ഹെഡ്മിയിലുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ്ഡ് എന്നാക്കിയ ശേഷം അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെഡ്മിയിലുള്ള യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ മുടി ചീവുന്ന ചീപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ്. പലരും ഈ മെത്തേഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഇടുന്നു. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ എത്ര അഴുക്കായ എണ്ണക്കുപ്പികളും നല്ലതായിട്ട് ക്ലീൻ ചെയ്യാമെന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. പലരും അത് ട്രൈ ചെയ്തു, സക്സസ് ആയെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ഒത്തിരി നന്ദി. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ചായ ഇട്ടിരുന്നു. കുറെ പേരത് ട്രൈ ചെയ്തു, ഒത്തിരി ഇഷ്ടമായി, ചേച്ചി അഡിക്റ്റ് ആയെന്ന് വരെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന 2 ചീപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ തല ചീകുന്ന ചീപ്പ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പലരും ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ തലയിൽ താരനോ അങ്ങനെയുള്ള ഫംഗസ് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പല ടിപ്സോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോ ഒക്കെ ചെയ്ത് അത് ശരിയാക്കും. പക്ഷെ യൂസ് ചെയ്യുന്നത് വീണ്ടും പഴയ ചീപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ഗുണവും ഇല്ല. ആ ഫംഗസ് ഇൻഫെക്ഷൻ വീണ്ടും ഉണ്ടാകാൻ ഇടവരത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ. അപ്പൊ ഞാൻ സാധാരണ ചീപ്പ് ക്ലീൻ ചെയ്യുന്നത് അധികം അഴുക്കൊന്നും ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കടകളിൽ വാങ്ങാൻ കിട്ടും. എനിക്കിത് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ വിൽക്കാൻ കൊണ്ടുവന്ന് ഞാൻ മേടിച്ചതാ. അത് ദേ ഇങ്ങനെ നാക്കി കൊടുത്താൽ മതി. കണ്ടോ, അതിന്റെ പൊടിയൊക്കെ ഇളകി ക്ലീൻ ആവുന്നേ. എന്നിട്ടൊന്ന് കഴുകിയെടുക്കത്തേ ഉള്ളൂ. കണ്ടോ? അപ്പൊ ഇത് എല്ലാവരുടെ കയ്യിലും വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പലർക്കും ഇത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ വേറെ ഒരു മെത്തേഡൂടെ കാണിക്കാം. ഇത് പക്ഷെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നേ കണ്ടോ, ആ മുടിയൊക്കെ ഇങ്ങ് ഇളകി വരും. അപ്പൊ എല്ലാവരുടെ കയ്യിലും ഇത് കാണണമെന്നില്ലല്ലോ. അപ്പൊ ഞാൻ വേറെ ടിപ്പ് പറയാം. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ? ദേ ഇങ്ങനെ ചെയ്തപ്പോ ഇതിനകത്തുനിന്ന് ഇളകിയ പൊടികളൊക്കെയാണ് ഇത് അഴുക്ക്. കണ്ടോ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ദേ ഇതുപോലെ എന്തെങ്കിലും ഒരു കമ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിന്റെ ഇടയ്ക്ക് മുടികളുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് മാറ്റാം. ഇങ്ങനെ ചെയ്താൽ മതി. അതിങ്ങനെ ഇളകി വരും. ഇതിനകത്ത് ഇപ്പൊ അധികം മുടിയൊന്നും ഇല്ല. ചില ചീപ്പുകൾ നോക്കിയാൽ മുടി പറ്റയിരിക്കുന്ന കാണാമേ. അപ്പൊ അതിങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ ഇളകി വരും. അപ്പൊ ഇതിനകത്ത് അധികം ഇല്ല, കാരണം ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പൊ ക്ലീൻ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇഷ്ടം പോലെ കിട്ടിയേനെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുള്ളവരാണെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതാണ് എളുപ്പം. അതിനകത്ത് ആ പൊടികളും അഴുക്കുകളും എല്ലാം ഇങ്ങി വരും. അപ്പൊ അത് ചെയ്ത സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഒത്തിരി ചൂടാവണ്ട, ഒരു ഇളം ചൂടും ഒരു ഇച്ചിരി കൂടെ മതി. ഇത് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു അലുമിനിയം ചരുവമാണ്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യാത്ത പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിനൊക്കെ വേണ്ടി മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ചീപ്പുകൾ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം വേണേ. ഇതിപ്പോ അത്യാവശ്യം ഒന്ന് ചൂടായി, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഷാമ്പു ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ചീപ്പുകൾ ഇതിനകത്തോട്ട് ഇട്ട് വെക്കാം ഇച്ചിരി നേരം. ഒത്തിരി ചൂടുണ്ടെങ്കിൽ കൈ പൊള്ളിക്കല്ലേ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ്, അതുപോലെ തന്നെ കുളിച്ചിട്ട് തോർത്തുന്ന തോർത്ത്, ഇതൊക്കെ ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് ഒലച്ചെടുക്കുന്നത് നല്ലതാണ്. ഇത് കുറച്ചു നേരം ഇങ്ങനെ കിടക്കട്ടെ. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ചു നേരം കഴിഞ്ഞു. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഞാൻ കുറച്ച് പാത്രം കഴുകുന്ന ലിക്വിഡും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തതാ. ഇത് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അതില്ല എങ്കിലും നമ്മുടെ സാധാ ലിക്വിഡോ അല്ലെങ്കിൽ ഈ ഷാമ്പു വെള്ളം തന്നെ യൂസ് ചെയ്ത് നമുക്ക് ഉരച്ച് കഴുകിയെടുക്കാം. യൂസ് ചെയ്യാത്ത ഒരു ബ്രഷ് എടുത്ത ശേഷം ഇങ്ങനെ ഉരച്ച് കഴുകുക. ഇങ്ങനെ താഴോട്ടാക്കുമ്പോൾ ആ അഴുക്കെല്ലാം ഇനി വരും. കണ്ടോ കണ്ടോ? ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ശേഷം ഇങ്ങനെ താഴോട്ടാക്കിയാൽ മതി. നോക്കിക്കേ എന്ത് ക്ലീൻ ആയെന്നു. ഈ ചീപ്പ് ഞാൻ മുടി കട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഷോർട്ടായിട്ട് ഇടുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. മുടിക്ക് നീളം ഉണ്ടെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇനി ഇത് ഒന്നുകിൽ സാധാ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം, അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കാം.
ഞാൻ എണ്ണക്കുപ്പി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ പലരും കമന്റ് ഇട്ടു, ചേച്ചി ഇത് നേരത്തെ ഇടേണ്ടതായിരുന്നു, എത്ര നല്ല കുപ്പികളാ ഞങ്ങൾ വേസ്റ്റ് ചെയ്തേന്നൊക്കെ. ഞാൻ വിചാരിച്ച എന്തോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, എന്തിനാ വീഡിയോ ആക്കുന്നതെന്നാ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ ധാരാളം എന്റെ കയ്യിലുണ്ട്. ഞാൻ സമയം അനുസരിച്ച് ഓരോന്നും വീഡിയോ ഇടാൻ ശ്രമിക്കാമേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. കഴിവതും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.